ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചല്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കി ഇപ്പൊ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന സ്ഥലത്തെ ഒരു കുഞ്ഞു ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചല്ല. പക്ഷേ ഇത് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കർഷകർ അവരുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് അവർ ഒരു ആരാധനാലയം ഉണ്ടാക്കിയതാണ് ഈ കുഞ്ഞു വീട് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും വിളക്കൊക്കെ വെച്ചിട്ടാണ്. ഒരു വിളക്കും ഒരു കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ദിവസം വിളക്ക് വെച്ചതിൻ്റെ ഒരു അടയാളമൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിലവിളക്കും ചന്ദനത്തിരിയൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആരാധനാ മൂർത്തിയൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാഴ്ചകൾ ഇവിടെയല്ല. ഇന്നത്തെ വീഡിയോ കാഴ്ചകൾ എന്ന് പറയുന്നത് തയ്യിൽ മത്സ്യകൃഷിയിലേക്കാണ്. നമ്മുടെ ക്യാമറ കാഴ്ചകൾ അങ്ങോട്ട് പോകട്ടെ. പാലക്കാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണെന്നാണ്. ടിപ്പു സുൽത്താന്റെയും അതുപോലെ ഹൈദരാലിയുടെയൊക്കെ പടയോട്ടം നടന്ന സ്ഥലം കൂടിയാണ് പാലക്കാട്. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ താമസിച്ചിരുന്നതും പാലക്കാട്ടെ ചിറ്റൂരായിരുന്നു. ആ ചിറ്റൂരേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നിൽ കാണുന്ന കാറുണ്ടല്ലോ, ആ കാറ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടേതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഫിഷ് ഫാം. കേരളത്തിന്റെ നെല്ലറ, അതുപോലെ കരിമ്പനകളുടെ നാട് എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മളെ പശ്ചിമഘട്ടത്തിന്റെ കൂടി ഭാഗമാണ് പാലക്കാട്. പൊന്നണിഞ്ഞ വാലുകൾ, ഗാംഭീര്യത്തോടെ ഒഴുകുന്ന നിള, തലയെടുപ്പോടെ നിൽക്കുന്ന മലനിരകൾ തുടങ്ങിയവയൊക്കെ പാലക്കാടിന്റെ മാത്രം പ്രത്യേകതകളാണ്. നിങ്ങളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ടാവും ഒരുപാട് കരിമ്പനകളുണ്ട്. കരിമ്പനകളുടെ നാട് എന്ന് കൂടി അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. സാംസ്കാരികവും ചരിത്രപരമായ ഒട്ടനവധി പ്രത്യേകതകൾ കൂടി കേരളത്തിന്റെ പ്രവേശന കവാടമായ പാലക്കാടിനുണ്ട്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് എന്നുള്ളത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. ശരിക്കും പാലക്കാട് കേരളത്തിന് കിട്ടിയപ്പോഴാണ് നമ്മുടെ കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് പോയത്. അങ്ങനെ ഒരു ചരിത്രം കൂടി നമ്മുടെ പാലക്കാടിനുണ്ട്. ടൂറിസത്തിന്റെ കാര്യത്തിലും ഒട്ടും പിറകിലല്ല. നിങ്ങളിപ്പോൾ ഈ വീടുകളൊക്കെ നോക്ക്, ഈ വീടുകൾക്കൊക്കെ ഒരു തമിഴ്നാട് സ്റ്റൈലുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു സ്റ്റൈലാണ് ഈ വീടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അവര് കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും അടുപ്പ് കൂട്ടി വെച്ച പോലെയുള്ളത്. അപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടിന്റെ സൗന്ദര്യം വിനോദസഞ്ചാരികളോട് പങ്കുവെക്കുന്നതിനായി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നമ്മുടെ സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. ഈ വയലുണ്ടല്ലോ, ഈ വയലിലാണ് തയ്യൽ ഫിഷ് ഫാം എൻ്റെ മീനുകളൊക്കെ ഉള്ളത്. ഫ്രഷ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും അവർ മീൻ എത്തിച്ചു കൊടുക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല ഫ്രഷ് മീനുകൾ കിട്ടുന്നതായിരിക്കും. ഇവിടെയാണ് തയ്യൽ ഫാം, മത്സ്യ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു വീടൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ റോഡ് നമ്മൾ വന്നാൽ അവിടെ നിറയെ വയലുകളാണ്, കൃഷിയാണ്, നെല്ല്. അത് കഴിഞ്ഞാൽ നേരെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം മത്സ്യകൃഷി ചെയ്യുന്ന കുളങ്ങൾ. ഇവിടെയാണ് എഴുത്താണി പാറക്കുളം. ഇതിലാണ് മത്സ്യകൃഷി. എവിടെ മീനൊക്കെ ഉണ്ടോ? മീനൊന്നും കാണാനില്ല. തീറ്റൊക്കെ കൊടുത്ത വരുന്നുണ്ടാവും. ഇതേപോലെ 3-4 കണ്ടങ്ങളാണ്.
ഒന്ന് അപ്പുറം, 4 അപ്പുറം, 1 മാത്രം ഈ സൈഡ്. ഈ മീൻ പിടിച്ചിട്ട് ഫോട്ടോ വിടുന്നുണ്ട്, അല്ല ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു വയലിൽ ഏകദേശം 5 ഏക്കറോളം സ്ഥലത്താണ് ഇവർ മത്സ്യ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഏതൊക്കെ തരം മീനുകളുണ്ട് എന്നുള്ളത് കുറച്ചുകൂടെ സമയം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ ആളുകളൊക്കെ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്, ഉച്ച സമയം ആയതുകൊണ്ട്, വെയിലായതുകൊണ്ടാണ് നമുക്ക് മീനുകളൊന്നും കാണാത്തത്. വെയിൽ ചൂടായതുകൊണ്ട് മീനൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ വൈകുന്നേരം, അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 3:10 ആയിട്ടുള്ളൂ. വൈകുന്നേരം 4 മണി വെയിൽ ആറുന്നതോടുകൂടിയാണ്, ചൂട് ആറുന്നതോടുകൂടിയാണ് മീനുകളൊക്കെ മേലേക്ക് വരുന്നത്. അപ്പോഴാണ് നമുക്ക് മീനിൻ്റെ കാഴ്ചകൾ അപ്പോഴേ കാണാൻ പറ്റൂ. ഇവിടെ ഏകദേശം 5 ഏക്കർ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇത് പാടങ്ങളാണ്, സാധാരണ നെൽകൃഷി മറ്റൊക്കെ ചെയ്യുന്ന സദാ പാടങ്ങളാണ്. ഇവിടെ ഇവർ വെള്ളം കെട്ടി നിർത്തിയിട്ട് പുറത്തേക്കൊന്നും മീനിനോ അല്ലെങ്കിൽ വെള്ളം പുറത്ത് പോവാതെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കുളം പോലെ ആക്കിയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണുന്നത് ഏറുമാടെന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഇവിടെ ഇവർ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് 2 ഏറുമാടങ്ങളാണുള്ളത്. ഏറുമാടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള തൊഴിലാളികളും ഇതിൻ്റെ ആളുകളൊക്കെ വന്ന് രാത്രിയും പകലും ഒക്കെ ഇതിനെ വാച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഏറുമാടം. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത ഒരു ഭാഗം കാണാം, അത് ഒരു ഏറുമാടമാണ്. എൻ്റെ തൊട്ട് പുറകിൽ ഇവിടെയും ഒരു ഏറുമാടം ഉണ്ട്. അപ്പോൾ ഇവിടെ രാത്രി സമയങ്ങളിലാണ് സാധാരണ ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാറുള്ളത്. ഇതിൻ്റെ തൊഴിലാളികളും മറ്റു ഇതിൻ്റെ ആളുകളൊക്കെ ഈ ഒരു ഏരിയയിൽ. ഇതും അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഏറുമാടമുണ്ട്. ഓക്കെ, ഇതിൽ അവർക്ക് കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. തടുക്ക് എന്ന് പറയും, തടുക്ക് കൊണ്ടാണ് ഇതിൻ്റെ ഷീറ്റുകളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മഴയത്തും വെയിലത്തും ഒക്കെ ഇവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. ഏട്ടൻ്റെ പേര്? എൻ്റെ പേര് കുഞ്ചപ്പൻ. എന്തൊക്കെ മീനുകളുള്ളത് ഇതിൽ? ഇതിലിപ്പോൾ ഞാൻ കണ്ട എൻ്റെ ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ കട്ട്ലയുണ്ട്, പഴയ മീൻ വാളയുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്ന ജിലേബി, സിലോപ്പി, അതുണ്ട്, മറ്റേ നട്ടറുണ്ട്, എല്ലാതും കലമുണ്ട്. മിക്സ് ആക്കിയിട്ടുള്ളത് എല്ലാം മിക്സാണ്. വെയിലായതുകൊണ്ടാവും കാണാം. വെയിലായതുകൊണ്ട് ചിലപ്പോൾ അതിൽ പോയി നോക്കിയാൽ കാണാം. ലാസ്റ്റത്തിലല്ലേ? ഇതില്ല, ഇതിൻ്റെ താഴെയുള്ള. എന്താ തീറ്റ എന്താ കൊടുക്കാറ്? തീറ്റ ചപ്പാത്തി, പൊറോട്ട, റൊട്ടി, ബന്ന്. നമ്മളെ തീറ്റ തന്നെയാണല്ലേ? ഇത് പിടിക്കാനാ എത്ര പ്രായമായിട്ടുണ്ടാവും? ഇതിലത്തെ 1, 2, 3 എണ്ണത്തിന് ഇപ്പൊ പിടിച്ചു. വലിപ്പമുള്ളത് മാത്രം എടുത്തു, വലിപ്പമില്ലാത്ത കല്ലിൽ തന്നെ ഉണ്ട്. എത്ര സമയം? ഇത്ര ഈ കൈൻ്റെ എത്രയുള്ളതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. 1 കിലോന്റെ ഒക്കെ മുകളിൽ വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ 2 എണ്ണം ഇല്ലേ, അതിൽ പിടിച്ചിട്ടില്ല. അതിലിപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച പിടിക്കുക പറഞ്ഞു. അപ്പൊ അവിടെ 2-3 കല്യാണങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അത് നിർത്തിയ. വല എടുത്തിട്ടാണ് പിടിക്കുക? മൊത്തം വല വളച്ചിട്ട് ഒരു സൈഡ് കൊണ്ടാക്കിട്ട് പിടിച്ചെടുക്കല്ലേ? പകലൊന്നും ഇവിടെ വലിയ നോട്ടം വേണ്ട. എനിക്ക് രാത്രിയായ തനിച്ചാവുമ്പോ ഭയങ്കര പേടി. പേടി പറഞ്ഞ എനിക്ക് പേടിയല്ല, കളവ് പോവെന്നുള്ള പേടി, വേറെ പേടിയൊന്നുമില്ല. ഇവിടെ അങ്ങനെ മോഷണമൊക്കെ പോലുണ്ടോ? അത് രാത്രിയായാ പോകുന്നത്. അത് നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ചൂണ്ടൽ ഇതൊക്കെ പിടിക്കാൻ വേണ്ടി ചൂണ്ടലിട്ടാല് അത്രേ പോകുള്ളൂ. ചൂണ്ടലിട്ടാ 4-3 പോകുള്ളൂ. വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ലേസം ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാല് വലിച്ചു കയറി ഇങ്ങോട്ട് പോയാലേ എനിക്ക് പേടി, ഭയങ്കര പേടി. ഇവിടെ ആരും ഇല്ല. ചെക്കന്മാര് 2-3 ചെക്കന്മാർ ഇതിൽ കിടക്കും, ഞാൻ ആ താഴെ കിടക്കും. എന്നാലും ഉറക്കത്തിൽ എന്തെങ്കിലും ഇത്തിരി മിസ്സായ സംഭവം പോകും. ഇതിലിപ്പോ ആദ്യം ഇവിടെ മത്സ്യം തന്നെയായിരുന്നു അതോ നെല്ലായിരുന്നു? ഇതിൽ മൊത്തം നെല്ലായിരുന്നു, അതുപോലെ നെല്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് മീനാണല്ലേ? ചൂണ്ടലിടാൻ ആൾക്കാരുണ്ട്. ഇതിൽ ചൂണ്ടലിട്ടാ കിട്ടൂലേ? അവിടെ ചൂണ്ടേറ്റ് ഇതിലേറ്റ് ചൂണ്ടയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. ചൂണ്ടയിട്ടാണെന്നും കിട്ടൂല. തീറ്റ വേണ്ടി വരും അല്ലേ ചൂണ്ടയിൽ? എന്ത് തീറ്റ ഇട്ടാലും മക്കളൊന്നും കിട്ടൂല. ഇതിനൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് ചൂണ്ടയിടാനോ? കിട്ടില്ല.
വർദ്ധിയ എന്താ പറയാ, വർദ്ധിന്റെ ഓപ്പോസിറ്റ് എന്താ ഇപ്പൊ? അറുതി, വറുതിന്റെ സമൃദ്ധി. ആ, ചെറിയൊരു ആരാധനാലയം ആയിട്ട് ക്യാമറ ഇവിടെ അല്ല, എന്താ പറയാ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ അല്ല.